നവര വെച്ചിട്ട് നമ്മളൊരു കിടിലും ഫേഷ്യലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നവര കുതിർത്തിട്ട് വേവിച്ച് നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. ഇതാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫേഷ്യൽ സ്റ്റെപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ക്ലെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഈ നവര വേവിച്ചുമ്പോൾ കഞ്ഞിവെള്ളം കിട്ടും. ആ കഞ്ഞിവെള്ളത്തിലോട്ട് കുറച്ച് ഹണിയും പിന്നെ കുറച്ച് റോസ് വാട്ടറും കൂടി എടുത്തിട്ട് അതാണ് നമ്മൾ ഈ മൂന്നും കൂടി മിക്സ് ആയിട്ടാണ് നമ്മുടെ ക്ലെൻസറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു അടിപൊളി നല്ലൊരു ക്ലെൻസറാണ് കേട്ടോ. ഇത് നമ്മൾ ഫേസിലും നെക്കിലൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ ഫേസിൽ കുറച്ച് അഴുക്ക് കൂടുതലുണ്ടെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം ഈ ക്ലെൻസർ ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. ഇത് ലിപ്സിലൊക്കെ ക്ലെൻസ് ആയിട്ട് ഇതൊരു മൈൽഡ് ക്ലെൻസറാണ്. അപ്പോൾ നമ്മുടെ ഫേസിൽ അധികം അഴുക്കൊന്നും പോകില്ല. അപ്പോൾ ഇതൊന്ന് വെച്ചിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ മസാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഒരു 2 സ്പൂൺ നവര എടുക്കുക. മസാജ് കുറച്ച് കൂടുതലെടുക്കുക, കാരണം ഇതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂൺ പാൽ ഉപയോഗിച്ചിട്ട്, പച്ചപ്പാലാണ്ടോ തിളപ്പിച്ചിട്ടൊന്നുമില്ല, ഇത് ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മസാജ് റെഡിയാണ്. അപ്പോൾ നമ്മുടെ ഫേസിലും നെക്കിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മസാജാണ്, അപ്പോൾ അത് ഓർക്കാം. നമ്മുടെ സ്കിന്നിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് റിലാക്സ് ചെയ്ത് നല്ല സമാധാനത്തോടെ മസാജ് ചെയ്ത് കൊടുക്കുക. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ മസാജും കൂടി ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഫേഷ്യൽ നമ്മുടെ സ്കിന്ന് സൂപ്പർ സോഫ്റ്റ് ആക്കുന്ന ഈ മസാജിൻ്റെ സ്റ്റെപ്പാണ് കേട്ടോ. നല്ലപോലെ നമ്മുടെ സ്കിന്ന് നല്ലപോലെ നമ്മുടെ സ്കിന്ന് സൂപ്പർ സോഫ്റ്റ് ആവും. അതുപോലെ ഗ്ലോ ആവാൻ തുടങ്ങി രണ്ടാമത്തെ സ്റ്റെപ്പൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസിൽ തന്നെ ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പായി നമ്മുടെ സ്ക്രബിങ്ങിലോട്ട് പോവാം. സ്ക്രബിങ്ങിൽ ചെയ്യുന്നതിന് മുന്നേ ഫേസ് ഒന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വേവിച്ച 1 സ്പൂൺ നവരിലോട്ട് 1 സ്പൂൺ നമ്മൾ ഓട്സും 1/2 സ്പൂൺ പാലും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു മൈൽഡ് ക്ലെൻസറാണ് കേട്ടോ. ഈ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ഇപ്പം നിങ്ങളുടെ സ്കിന്നിൽ ഒരുപാട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് നിങ്ങൾക്ക് കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ഒരു കട്ടിക്ക് കിട്ടും. അപ്പോൾ എൻ്റെ സ്ക്രബ് ചെയ്ത് വരുമ്പോഴേക്കും നല്ലപോലെ വ്യത്യാസം ഉണ്ടാവട്ടെ നമ്മുടെ സ്കിന്നിൽ. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകാൻ പറ്റും ഈ വീഡിയോയിൽ കണ്ടോ. സ്ക്രബിങ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു വൈറ്റനിങ് നമ്മുടെ സ്കിന്നിൽ വരും. പിന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. കാരണം ഞാൻ പറഞ്ഞ മസാജ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഞാൻ എക്സ്ട്രാ എടുത്ത് കാണിക്കുന്നില്ല എങ്ങനെ മസാജ് ചെയ്യണമെന്നൊന്നും. അപ്പോൾ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ മാസ്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഫൈനൽ സ്റ്റെപ്പാണ്, നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ 2 ടേബിൾ സ്പൂൺ നവരയിലോട്ട് 1 സ്പൂൺ ബീറ്റ്റൂട്ടിൻ്റെ പൗഡർ എടുക്കുക. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ബീറ്റ്റൂട്ടാണ്, അതാണ് ഇങ്ങനത്തെ ഒരു കളറൊക്കെ. പിന്നെ ഇതിലോട്ട് നമ്മൾ 1 പിഞ്ച് മഞ്ഞപ്പൊടിയും ബാക്കി നമ്മൾ പാലൊഴിച്ചിട്ടാണ് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കിയ ബീറ്റ്റൂട്ട് പൗഡർ വെച്ച് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ശരിക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ നെക്കിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ്സിന് ശേഷം നമ്മളിതൊന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ വീക്കിൽ ജസ്റ്റ് ഫേസ് മാസ്ക് ആയിട്ടാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യട്ടെ ഈ മാസ്ക്. അപ്പോൾ ഞാൻ ഈ മസാജ് നമ്മൾ ചെയ്തു ലാസ്റ്റ്, അതിന് മേലെ തന്നെയാണ് ഞാൻ ഈ മാസ്ക് ഇടുന്നത്. കഴുകി കളഞ്ഞിട്ടൊന്നുമില്ല ശരിക്കും. അപ്പോൾ 20 മിനിറ്റ്സ് ശേഷം വാഷ് ഔട്ട് ചെയ്തിട്ട് റിസൾട്ടാണിത്. ഞാൻ നാച്ചുറൽ ലൈറ്റിലാണ് ഞാൻ കാണിക്കുന്നത്. റിംഗ് ലൈറ്റോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല, നാച്ചുറൽ ലൈറ്റാണ്. ഇതാണ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നൊരു ഫേഷ്യലാണിത്. പിന്നെ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പിമ്പിൾസ് ഒക്കെ നല്ലപോലെ കുറയും. നല്ല അടിപൊളി